എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ മാധ്യമം എന്ന അവസാനത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായ വാങ്കഡെയുടെ ഹൃദയത്തുടിപ്പുകൾ എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. 1988 നവംബർ 15-ന് കറാച്ചിയിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മാച്ചിൽ കളിച്ചുകൊണ്ടായിരുന്നു സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടന്നുവന്നത്. ആ ഒരു കരിയറിന് 24 വർഷം പ്രായമെത്തിയ ദിവസവും സച്ചിൻ ക്രീസിൽ നിൽക്കുകയാണ്. ക്രിക്കറ്റ് പോലെ ഒരു ദിവസം മുഴുവനും കളിക്കളത്തിൽ നിൽക്കേണ്ട അത്രയ്ക്ക് ശാരീരിക ക്ഷമതയും മനസ്സാന്നിധ്യവും ആവശ്യപ്പെടുന്ന ഒരു സ്പോർട്സിൽ കരിയർ ഇത്രയും ദീർഘിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ അവിശ്വസനീയമാണ്, അല്ലേ? നമ്മുടെ സച്ചിനല്ലാതെ മറ്റാർക്കാണ് അത് കഴിയുക എന്നാണ് മറാഠി പത്രത്തിൻ്റെ സ്പോർട്സ് റിപ്പോർട്ടറും ചെറുപ്പം തൊട്ടേ കടുത്ത സച്ചിൻ ഫാനുമായ പ്രശാന്ത് മീഡിയ ബോക്സിലെ ഒരു ഇടവേളയിൽ ചോദിച്ചത്. ഇത് കേൾക്കുന്ന ഓരോ സച്ചിൻ ആരാധകൻ്റെ മനസ്സിലേക്കും സച്ചിനുണ്ടാക്കിയ റൺ കൂമ്പാരത്തെക്കുറിച്ചാണ് ചിന്ത ഉണ്ടാവുക. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും കൂടി കളിച്ച 782 ഇന്നിംഗ്സുകളിൽ നിന്ന് 34,357 റൺസ്, അതിൽ 100 സെഞ്ചുറിയും 164 അർദ്ധ സെഞ്ചുറിയും. വിവിധ വൻകരകളിൽ നിന്നുള്ള 500-ലേറെ ബൗളർമാർ എറിഞ്ഞ 50,000-ലധികം പന്തുകൾ സച്ചിൻ നേരിട്ടു. 4,000-ലധികം ബൗണ്ടറികൾ, 266 സിക്സറുകളും അതിലുണ്ട്. എത്ര സിംഗിളുകളും ഡബിളുകളും ട്രിപ്പിളുകളും ഉണ്ട് ഇതിൽ? അങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടിയാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ റണ്ണുകൾക്കായി എത്ര വട്ടം വിക്കറ്റിനടുത്തേക്ക് ഓടിക്കാണും? ലിറ്റിൽ മാസ്റ്റർ എന്നുകൂടി സച്ചിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാലം ഇങ്ങനെ ഓടിയും ബാറ്റ് ചെയ്തും അതുപോലെ ക്രിക്കറ്റ് കളിച്ചൊന്നും സച്ചിന് മടുത്തിട്ടില്ല എന്നാണ് സച്ചിൻ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം കളി അവസാനിപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിന് ചില സിഗ്നലുകൾ നൽകി തുടങ്ങിയിരിക്കുന്നു. അതായത് ട്രെയിനിങ് സെഷനുകളും ഒക്കെ ശരിക്കും അദ്ദേഹത്തിന് അധ്വാനമായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കളി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ക്രിക്കറ്റ് കളിച്ചെനിക്ക് മതിയായിട്ടില്ല എന്നാണ് സച്ചിൻ്റെ വാക്കുകൾ. സച്ചിൻ്റെ ഭാര്യയായ അഞ്ജലി ഇങ്ങനെയാണ് പറഞ്ഞത്: സച്ചിനില്ലാത്ത ക്രിക്കറ്റിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനാവും, പക്ഷേ ക്രിക്കറ്റ് ഇല്ലാത്ത സച്ചിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. അത്രയും ക്രിക്കറ്റിനോടൊരു ആരാധനയായിരുന്നു സച്ചിന് എന്ന് അഞ്ജലിയുടെ ഈ ഒരു വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച തൻ്റെ അവസാനത്തെ അന്താരാഷ്ട്ര ഇന്നിംഗ്സിൽ പോലും ക്രിക്കറ്റ് എന്ന ഗെയിമിനോടുള്ള സച്ചിൻ്റെ സ്നേഹാതിരേകങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു. തലേ ദിവസം നേടിയ 38 റൺസുമായി ക്രീസിലെത്തിയ സച്ചിൻ കുറേക്കൂടി ആധികാരികമായിട്ട് ഷോട്ടുകൾ കളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഇവിടെ പറയുന്നത് സച്ചിൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിയെക്കുറിച്ചിട്ടാണ്. തൻ്റെ ടെസ്റ്റ് കരിയറിലെ 68ാം അർദ്ധ സെഞ്ചുറി തികച്ച സച്ചിൻ ഒരു സെഞ്ചുറിയുടെ പ്രതീക്ഷ ജനിപ്പിച്ച ശേഷമാണ് പുറത്തായത്. അങ്ങനെ അതിനൊക്കെ ശേഷം ത്രിവർണ്ണ മുദ്രയുള്ള ആ ബാറ്റ് ഒരിക്കൽ കൂടി വായുവിൽ ഉയർന്നു. പവലിയനിലേക്കുള്ള മടക്കയാത്രയായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. ബൗണ്ടറി വരെ കടക്കും മുമ്പ് സച്ചിൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. വാങ്കഡെ സ്റ്റേഡിയത്തിലെ പവലിയനിലേക്കുള്ള ഓരോ പടവ് കയറുമ്പോഴും തനിക്ക് ഇനിയൊരു തിരിച്ചിറക്കമില്ല എന്ന വസ്തുത സച്ചിനെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കും. മാതൃഭൂമി സ്പോർട്സ് മാസിക, ഡിസംബർ 2013. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാഠഭാഗം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങളിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.